പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ മന്ത്രിമാരും സ്പീക്കർമാരും ഒക്കെ ആയിരുന്നവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന വില കൂടിയ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. എനിക്ക് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീമതി കെ ശൈലജ ഉപയോഗിച്ചിരുന്ന കണ്ണാടി, വില കൂടിയ കണ്ണാടി, ശ്രീമാൻ ശ്രീരാമകൃഷ്ണൻ ഉപയോഗിച്ചിരുന്ന വില കൂടിയ കണ്ണാടി, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ചർച്ചകൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്നിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അത് വീണ ജോർജ് എന്ന് പറയുന്ന ഇപ്പോൾ CPMൻ്റെ നേതാവായി മാറിയിട്ടുള്ള മുൻ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ആ വനിത ഉപയോഗിച്ച 10,000 വിലയുള്ള എംപോറിയോ അർമാണി എന്ന് പറയുന്ന കമ്പനിയുടെ ഹാൻഡ് ബാഗ്, അതിനെക്കുറിച്ചിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചർച്ചകൾ ഉയർന്നത്. എംപോറിയോ അർമാണി വളരെ കുപ്രസിദ്ധമായിട്ടുള്ളൊരു ബഹിരാഷ്ട്ര കുത്തകയാണ്. അവർ നിർമ്മിക്കുന്ന വില കൂടിയ ഹാൻഡ് ബാഗാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. അവരതിനെ നിഷേധിക്കാനൊന്നും പോയില്ല. എത്രയോ 10,000 എൻ്റെ വില. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിട്ടുള്ള ശ്രീമൻ P. രാജീവ്. അദ്ദേഹം 2026 ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്ന ഇന്ത്യൻ ഇക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഒരു ആഗോള സമ്മേളനത്തിൽ പോയപ്പോൾ, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി കോടികൾ ചെലവഴിച്ചാണ് പോയപ്പോൾ സ്വിറ്റ്സർലൻഡിലെ അത്യാഡംബര ടൂറിസ്റ്റ് റിസോർട്ടായിട്ടുള്ള ഡാവോസ് ക്ലോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഹോട്ടലിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു സ്കാർഫ് എന്നതിനെന്താണ് മലയാളം എനിക്കറിയില്ല. അത് കഴുത്തിലിങ്ങനെ ചുറ്റുന്ന ഒരു സാധനമാണ് ഈ സ്കാർഫ് എന്ന് പറയുന്നത്. തുണി കൊണ്ടുണ്ടാക്കിയ ഒരു സ്കാർഫ്. ആ സ്കാർഫിൻ്റെ വില സംബന്ധിച്ച്, അത് എത്രത്തോളം വിലയുള്ളതാണ് എന്ന് സംബന്ധിച്ച് എൻ്റെ സുഹൃത്തും പൊതുപ്രവർത്തകനുമായിട്ടുള്ള ശ്രീമാൻ പ്രേം ബാബു എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ P. രാജീവ് കഴുത്തിലിങ്ങനെ ചുറ്റിയിട്ടുള്ള സ്കാർഫിന് ഏതാണ്ട് ഒരു 500,000 രൂപ വില വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കാർഫ് എന്ന് പറയുമ്പോൾ അതൊരു നീളൻ തുണിയാണ്. ആ തുണി ഈ തണുപ്പൊക്കെ ഉള്ള സമയത്ത് തണുപ്പൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുത്തിൽ കെട്ടുന്ന, സാധാരണക്കാരൻ തോർത്തെടുത്ത് കഴുത്തിൽ കെട്ടും. അപ്പോൾ അതിനാണ് ഇംഗ്ലീഷിൽ സ്കാർഫ് എന്ന് പറയുന്നത്. അപ്പോൾ രാജീവ് ഈ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കോടികൾ ചെലവഴിച്ച് അവിടെ പോയപ്പോൾ അവിടുത്തെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ നിൽക്കുമ്പോൾ അദ്ദേഹം കഴുത്തിൽ കെട്ടിയിരിക്കുന്ന സ്കാർഫിന് അത് ഒരു ബഹിരാഷ്ട്ര കുത്തക കമ്പനിയാണ് നിർമ്മിച്ചതെന്നും ആ സ്കാർഫിന് ഏതാണ്ട് ഒരു 500,000 രൂപയോളം വില വരും എന്നുമാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ പ്രേം ബാബു എന്നോട് പറഞ്ഞതും പോസ്റ്റിലൂടെ അദ്ദേഹം നമ്മോട് പറയാൻ ശ്രമിക്കുന്നു. സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും അദ്ദേഹം P. രാജീവ് ധരിച്ചിട്ടുള്ള സ്കാർഫ് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നതാണ്. 500,000 രൂപ വില വരുന്ന ബ്രിട്ടീഷ് വേരുകളുള്ള ഒരു അന്താരാഷ്ട്ര ആഡംബര ബ്രാൻഡായ ഔട്ട്ഡോർ വസ്ത്രങ്ങളിലെ പൈതൃകത്തിന് കേളികേട്ട ബർബറി ബർബറി ബ്രാൻഡ് സ്കാർഫാണ് അദ്ദേഹം കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ശ്രീമാൻ പ്രേം ബാബു തൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ലോകോത്തര ലെതർ ബാഗ് ബ്രാൻഡായ എംപോറിയോ അർമാണി തൂക്കി യാത്ര ചെയ്യുന്നത് നമുക്ക് കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം ഒന്ന് സൂചിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം അതിനെ വിമർശനപരമായി, ഇയാൾ ഈ 500,000 രൂപയുടെ സ്കാർഫ് തോളിൽ ചുറ്റി അവിടെ നിന്നതിന് വിമർശനപരമായി വീക്ഷിക്കുന്ന ആ ഭാഗത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇവിടെ പ്രശ്നം അതല്ല. അടിമപ്പണി ചെയ്യിക്കുകയും നിർമ്മാണത്തിലും ഗുണനിലവാര അവകാശങ്ങളിലും ഗുരുതരമായ ആരോപണങ്ങളും നിയമലംഘന പ്രവർത്തനങ്ങൾക്ക് നടപടി നേരിടുകയും ചെയ്ത
കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് തങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയങ്കരം എന്നതാണ് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് ശ്രീ പ്രേം ബാബു പറയുന്നത്. കമ്പനിയുടെ അവകാശവാദങ്ങൾക്ക് വിപരീതമായി അപകടകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ചു എന്നത് മുതൽ നിർബന്ധിത തൊഴിൽ വരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ബ്രാൻഡാണ് ബർബറി. അദ്ദേഹം പിന്നീട് പറയുകയാണ്. കൂടാതെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറവും ചെക്ക് പാറ്റേണുകളും മറ്റ് രൂപഘടനയും മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ലാത്ത ബൗദ്ധിക സ്വത്താണെന്ന് പറയുന്ന കമ്പോളത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും കൈയാളുന്ന അതികുത്തക സംഘടിത സ്വഭാവമുള്ള കമ്പനിയാണ് ബർബറി. അതൊരു ഒലിഗോപോളിയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ സ്കാർഫ് അദ്ദേഹം വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേറ്റൻറ്റ് ഈ കമ്പനിക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ സ്കാർഫ് അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ബൗദ്ധിക സ്വത്തവകാശം ഈ ബർബറി എന്ന് പറഞ്ഞ കമ്പനിക്കുള്ളതാണ്. അദ്ദേഹം പിന്നീട് പറയുകയാണ്, മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പേരുകേട്ട കോട്ടൺ മേഖലയിലെ സർവാധിപത്യ കുത്തകകൾ നിർമ്മിച്ച ഉത്തരീയം ധരിക്കുന്നതിൽ കേരളത്തിലെ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ലഭിക്കുന്ന ഉൾപ്പുളകം നാം കണ്ടുവരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ചൈനയിലെ സിൻജിയാങ്ങിൽ ഉൾപ്പെടെ നിർബന്ധിത തൊഴിൽ ചൂഷണത്തിനെതിരെ തങ്ങൾക്ക് നയപരമായ നിലപാടുണ്ടെന്ന് പറയുകയും അതേസമയം ഇറ്റലിയിലെ ഒരു ബർബറി വിതരണക്കാരൻ്റെ സബ് കോൺട്രാക്റ്റിൽ കടുത്ത തൊഴിൽ ചൂഷണം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടത്രേ. അതാണ് ഈ ബർബറി എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് അദ്ദേഹം പറയും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 2013 ഗ്രീൻ പീസ് കുട്ടികളുടെ ബർബറി ബ്രാൻഡ് വസ്ത്രങ്ങളിൽ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ, അതായത് നോൺ ഫിനൈൽ ഈത്തോ സ്കൈലൈറ്റ് കൂടിയ അളവിൽ കണ്ടെത്തുകയുണ്ടായി. പെറ്റ, അതായത് പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, അവർ പെറ്റ തൂവലുകളും മൃഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കാശ്മീർ ആടുകളിൽ നിന്ന് തുകലുകളുടെ ശേഖരണ വിതരണ ശൃംഖലയിലെ ബർബറിയുടെ ക്രൂരതകളെക്കുറിച്ചിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. ദശലക്ഷക്കണക്കിന് പൗണ്ട് വിലമതിക്കുന്ന വിറ്റുപോകാത്ത വസ്ത്രങ്ങൾ കത്തിച്ചതായിട്ടുള്ള വിമർശനങ്ങളും റിപ്പോർട്ടുകളും വന്നതിന് ശേഷമാണ് 2018 ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന രീതി ബർബറി നിർത്തിയതായി പറയുന്നത്. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ്, അങ്ങനെ ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാരുടെ ആഡംബര വസ്തുക്കൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് സോഷ്യൽ ഡെമോക്രസിയിൽ അഭിരമിക്കുന്ന സഖാക്കൾ ആഗോള മൂലധന ഭീകരരുടെ മച്ചുനനാകാൻ കോടികൾ ചിലവഴിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് പി എ പ്രേം ബാബു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അവസാനമായി പറയുന്നത് എന്താണ്, ഇങ്ങനെ ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാരുടെ ആഡംബര വസ്തുക്കൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങിയാണ് സോഷ്യൽ ഡെമോക്രസിയിൽ അഭിരമിക്കുന്ന സഖാക്കൾ ആഗോള മൂലധന ഭീകരരുടെ മച്ചുനൻ ആകാൻ കോടികൾ ചിലവഴിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രേംബാബു തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ CPM-ൻ്റെ ഭാഗമായി സർക്കാരിലൊക്കെ വരുന്ന മന്ത്രിമാർക്ക് ഈ വലിയ വിലയുള്ള വസ്തുക്കളോടുള്ള അതുപയോഗിച്ച് അഭിരമിക്കാനുള്ള അവരുടെ ഒരു അഭിവാഞ്ച, അത് നേരത്തെ മുതൽ ചർച്ചയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കെ കെ ശൈലജയുടെയും ശ്രീരാമകൃഷ്ണൻ്റെയും ഒക്കെ കണ്ണാടിയിൽ നിന്ന് അത് വികസിച്ച് വീണ ജോർജിൻ്റെ എംപാരിയോ അർമാണി എന്ന് പറയുന്ന തൊകൽ ബാഗിലേക്ക് അത് പോയി. അവിടുന്ന് ഇപ്പോൾ പി രാജീവ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കെട്ടുന്ന സ്കാർഫിന് 500,000 രൂപ വരെ വിലയുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ നമ്മൾ പിണറായി വിജയൻ്റെ ആഹാര ശൈലിയോടും ഈ പറഞ്ഞതുപോലെ പഞ്ചനക്ഷത്ര സൗകര്യത്തിലുള്ള ജീവിതത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രയോടും അവരുടെ ജീവിതശൈലിയോടുമൊക്കെ ചേർത്ത് വെക്കേണ്ടതാണ് ഈ മറ്റുള്ള മന്ത്രിമാരുടെ ഈ പഞ്ചനക്ഷത്ര സൗകര്യത്തിലുള്ള അവരുടെ ഈ അഭിരമിക്കൽ എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ പി എ പ്രേംബാബു പറയുന്ന ഈ വിഷയം ശരിയാണെങ്കിൽ അതിനെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.